അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 19, 2024 ചെന്നൈയിലെ തൊരൈപ്പാക്കം ഏരിയയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിരുന്നു അത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഇങ്ങനെ വന്ന് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ അവർ നോക്കുമ്പോൾ ഒരു സ്യൂട്ട് കേസ് ഇരിക്കുന്നത് അവർ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്യൂട്ട് കേസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആളുകൾ അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോവാണ്. ആദ്യം പോയ ആൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അത് നമ്മൾ തുറന്നാൽ ശരിയാകില്ല എന്നുള്ള കാര്യം ആൾക്ക് മനസ്സിലായി. അത് കണ്ട ആൾ പേടിച്ചു പോവാണ്. കാരണം ആൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കുറച്ച് ബ്ലഡ് സ്ട്രെയിൻസ് അതും ഉണ്ടായിരുന്നു, എന്തോ ചോരയൊക്കെ അതും ഉണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച ആൾ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ സ്ഥലത്തോട്ടെത്തി. രാവിലെ ആളുകൾ നോക്കുമ്പോൾ ആ ഏരിയയിൽ കംപ്ലീറ്റ് പോലീസുകാർ. അപ്പോൾ എന്താണ് സംഭവിച്ചത്, ഏതാണ് സംഭവിച്ചത് എന്നുള്ളത് അവരിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെട്ടി തുറന്ന പോലീസുകാർക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ഏകദേശം ഒരു 30-നും 35-നും ഇടയിൽ പ്രായം തോന്നുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത്. അതുപോലെ തന്നെ ആകെപ്പാടെ തലക്കൊക്കെ എന്തൊക്കെയോ വെച്ച് അടിച്ച് ആകെ ചതഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് പെട്ടെന്നുകൊണ്ട് തന്നെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു. പോലീസുകാർ ചിന്തിച്ചത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൈമൊക്കെ നടത്തിയിട്ട് ഈ ബോഡി ഡിസ്പോസ് ചെയ്യാൻ ആളുകൾ ചൂസ് ചെയ്യുന്ന സ്ഥലം അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലങ്ങളാണ്. അതായത് ഈ ഒരു ബോഡി ആരും കണ്ടുപിടിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആളുകൾ ഡിസ്പോസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ഇത്രയും പബ്ലിക്കായിട്ട് ഇതിങ്ങനെ ഡിസ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള ആരെങ്കിലും ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അല്ലാതെ വേറെ എവിടെയെങ്കിലും ക്രൈം ചെയ്തിട്ട് ഈ ഒരു ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നുള്ളൊരു രീതിയിൽ പോലീസുകാർ വിലയിരുത്തുകയാണ്. പോലീസുകാരിങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നൊരു കൊലപാതകമാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ കൊലയാളി ആ ഒരു ഏരിയയിലുള്ള ഒരാളാകാൻ തന്നെയുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആരാണ് ആ സ്ത്രീ, എന്താണ് അവർക്ക് സംഭവിച്ചത്, അതുപോലെ തന്നെ ആരാണ് ആ കൊലയാളി, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ആൾ ചെയ്തത്, പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസും ഫോറൻസിക് ടീമും ഒക്കെ എത്തി അവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് നേരെ ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയച്ചു. പിന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന് ചുറ്റും വല്ല CCTV വിഷ്വൽസോ കാര്യങ്ങളോ കിട്ടുമോ നോക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോൾ ആ ഏരിയയിൽ ഒന്നും തന്നെ CCTV ക്യാമറാസ് ഒന്നുമില്ല. അപ്പോൾ ആ കംപ്ലീറ്റ് ഏരിയയിൽ എവിടെയെങ്കിലും വല്ല CCTV ഉണ്ടോ, ആ ഒരു CCTVയിൽ വല്ല വിഷ്വൽസും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പോലീസുകാരിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിരുന്നു. തൊരൈപ്പാക്കം പോലീസ് സ്റ്റേഷനിലോട്ട് ഒരാൾ വരികയാണ്. ആൾ വന്നിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. തൻ്റെ സിസ്റ്ററിനെ കാണാനില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു കൊടുത്തത്. ദീപ എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര്. അവർ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ അന്നത്തെ ദിവസം അവർ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായില്ല. സാധാരണഗതിയിൽ അങ്ങനെ ലേറ്റ് ആവുന്ന ഒരാളൊന്നും അല്ല എന്നുള്ളത് ബ്രദർ പറയുകയാണ്. സിസ്റ്ററിനെ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവരെവിടെ പോയിന്ന് അറിയില്ല. അങ്ങനെ ബ്രദർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് സിസ്റ്റർ എവിടെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാണ്. അപ്പോഴാണ് ഈ തൊരൈപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുള്ളതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരുടെ സിസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദീപക്ക് 32 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ത്രീക്ക് 30-നും 35-നും ഇടയിലൊക്കെയാണ് പ്രായം. സോ ആ ഒരു ബോഡി ഈ ഒരു ദീപയുടേത് തന്നെയാണോ എന്നുള്ള ഒരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളെയും കൊണ്ട് നേരെ മോർച്ചറിയിലോട്ട് പോവുകയായിരുന്നു. അയാൾ ആ ഒരു ബോഡി കണ്ട് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. അത് അയാളുടെ സിസ്റ്ററായിട്ടുള്ള ദീപ തന്നെയായിരുന്നു. പോലീസുകാർ ആളോട് കാര്യങ്ങൾ പറയാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നൊരു സ്യൂട്ട് കേസിലാണ് ഈ പെങ്ങളുടെ ബോഡി കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് അവർക്ക് വല്ല ശത്രുക്കളുണ്ടോ എന്നുള്ളത് ചോദിച്ചു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വല്ല ഫ്രണ്ട്സ് ഉണ്ടോ, ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ജോലിക്കൊക്കെ പോയി വരുന്നൊരു സ്ത്രീയാണ്. അവർക്ക് എൻ്റെ അറിവിൽ ശത്രുക്കളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞങ്ങളുടെ ഒരു പാവപ്പെട്ടൊരു ഫാമിലിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ പറയുന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഇയാൾ മറച്ചു വെക്കുന്നതായിട്ടുള്ളൊരു ഫീല് പോലീസിനുണ്ടാവുകയാണ്. പോലീസ് നോക്കുമ്പോൾ പുതുക്കോട്ടയിലായിരുന്നു ആ ഒരു സ്ത്രീ ജനിച്ചു വളർന്നത്. മാധവരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവർ ഫാമിലിയുടെ ഒപ്പം താമസിച്ചിരുന്നത്. പിന്നെ ഈ ഒരു കൊലയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് നടന്നൊരു കൊല, അതേപോലെ തന്നെ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു ആ ഒരു ബോഡി എന്നുള്ളത് പോലീസിന് ഏകദേശം മനസ്സിലാവുകയാണ്. ഈ മാധവരം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തിനീ തൊരൈപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തണം എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പാരലായിട്ട് ആ ഏരിയയിലത്തെ കംപ്ലീറ്റ് CCTVയും പോലീസുകാരിങ്ങനെ പരിശോധിക്കുന്നുണ്ടായിരുന്നല്ലോ.
അപ്പോൾ ആ പോലീസിന് ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുകയാണ്. വെളുപ്പിന് ഏകദേശം 2 മണി ടൈമിൽ ഈ ഒരു സെയിം സ്യൂട്ട് കേസും കൊണ്ട് ഒരാൾ നടന്നു പോകുന്ന വിഷ്വൽ ആ ഒരു CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ മുഖത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഒരു ഭയവും വെപ്രാളവും ഒക്കെ ഉണ്ട്. ഇതെവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ആളിങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്ന ഒരു വിഷ്വലും കാര്യങ്ങളും ആയിരുന്നു അത്. പോലീസിന് എന്തായാലും സോളിഡ് എവിഡൻസ് കിട്ടി. ഇനി അറിയേണ്ടത് അത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോലീസുകാർ അവിടെയുള്ള ഓരോ വീടുകളിലും കടകളിലും മറ്റും എല്ലാം തന്നെ ഈ ഒരു വിഷ്വലും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇയാൾ ആരാണെന്നുള്ളത് അന്വേഷിക്കുകയാണ്. എന്തായാലും ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾ തന്നെയാണെന്നുള്ള ഒരു ഉറപ്പിൽ ഇങ്ങനെ പോലീസുകാർ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോലീസുകാരെത്തി. എന്നിട്ട് അവിടെയുള്ള ആൾക്ക് ഈ ഒരു വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. ആൾ ആ വിഷ്വൽ വീണ്ടും 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 ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആളിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെയാണ് എന്താണെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആളിങ്ങനെ നിൽക്കുന്നൊരു ടൈമിൽ പെട്ടെന്ന് ആൾക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ആൾ പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ആ ഒരു പയ്യനാണിത്. അതായത് അവിടെ ഒരു ഫാമിലി ആയിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അവരുടെ റിലേറ്റീവാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ മുൻപ് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ തന്നെയാണല്ലോ ഈ ഒരു പയ്യൻ എന്നുള്ളത് പോലീസിൻ്റെ അടുത്ത് അവർ പറയുകയാണ്. പോലീസുകാരങ്ങനെ നേരെ മുകളിലെ നിലയിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അവർ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ ആ സ്റ്റെപ്പ് മുമ്പിൽ ചെറിയ ബ്ലഡ് സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവർ ചെന്ന് ഡോറ് നോക്ക് ചെയ്തു. ആ ഡോറ് തുറന്നത് 23 വയസ്സുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു. അയാൾ പോലീസിനെ കണ്ട് ആകെപ്പാടെ പതറിപ്പോവാണ്. എന്താണ് സാറ് പ്രശ്നം? ഞാനിവിടെ 2 ദിവസം മുന്നേ വന്നിട്ടുള്ളൂ, എനിക്ക് ഒന്നും അറിയില്ല, ഞാനും അങ്ങനെ ഓരോരോ കാര്യങ്ങളാൾ പോലീസുകാർ ചോദിക്കാതെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അവർ CCTV വിഷ്വലും അതുപോലെ തന്നെ അയാളുടെ മുഖവും നോക്കിയപ്പോൾ ഇത് സെയിം ആളാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. പോലീസ് പറഞ്ഞു, ഓക്കെ, നീ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വെച്ച് പറയണ്ട, നമുക്ക് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെയും കസ്റ്റഡിയിലെടുത്ത് പോവുകയാണ്. പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് എല്ലാ കഥകളും പുറത്തു വരുന്നത്. ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു മണികണ്ഠൻ ജനിച്ചു വളർന്നത്. ആള് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എഞ്ചിനീയറിംഗ് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി നോക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആള് ചെന്നൈയിലോട്ട് വന്നത്. ചെന്നൈയിൽ ഓൾറെഡി ആളുടെ സിസ്റ്ററിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. സോ അവിടെ താമസിച്ചുകൊണ്ട് ജോലി നോക്കാമെന്ന് ആൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരെ ചെന്നൈയിലോട്ട് എത്തി. ആ ഒരു സ്ഥലത്ത് സിസ്റ്ററിൻ്റെ കൂടെ താമസിച്ചു. ജോലി അങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. ഏകദേശം 1-2 മാസം ആൾ കുറേ ജോലി അന്വേഷിച്ചിട്ട് ലാസ്റ്റ് അയാൾക്ക് ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. പെരുങ്കുടി ഏരിയയിലായിരുന്നു ആൾക്ക് ജോലി ലഭിച്ചത്. അപ്പോൾ ശമ്പളമൊക്കെ കിട്ടുന്നത് വരെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നും പോയി നിൽക്കാം, അതിനുശേഷം അവിടെ ഏതെങ്കിലും ഒരു PG എടുത്ത് സെറ്റ് ആവാം, അങ്ങനെയുള്ള ഒരു ചിന്തയിലായിരുന്നു ആൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 14 മണികണ്ഠൻ്റെ ചേച്ചി മണികണ്ഠൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞങ്ങൾക്കൊരു കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, നീ വീടും കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ വിവാഹത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ആ ഒരു ടൈമിൽ മണികണ്ഠൻ മാത്രം ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് ആളുടെ ഉള്ളിൽ പല പല ചിന്തകൾ വരുന്നത്. ഞാൻ എന്തായാലും ഒരു ഒറ്റത്തടിയാണല്ലോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇല്ല, വേറെ ആരും ഇല്ല, സോ ഒരു പെണ്ണ് വേണം ഒരു ദിവസത്തിനെങ്കിലും എന്നുള്ളൊരു ചിന്ത ആൾക്ക് വന്നു. തനിക്കും ആ ഒരു ലൈംഗിക സുഖം അനുഭവിക്കണം എന്നുള്ള ആ ഒരു മൈൻഡിൽ ആളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ലാസ്റ്റ് ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആളെത്തി. അതിന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ തപ്പി ആൾക്ക് ഒരു ബ്രോക്കറുടെ നമ്പർ ലഭിക്കുകയാണ്. അതിനുശേഷം ആൾ ബ്രോക്കറെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഫുൾ നൈറ്റിനൊരു പെണ്ണിനെ വേണം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, 2000 രൂപ ഈ ഒരു ഗൂഗിൾ പേ നമ്പറിലോട്ട് അയക്ക്, അതിനുശേഷം രാത്രി ഒരു 9:30 ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഒരു പെണ്ണ് വന്നോളൂ എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഇയാളും ഹാപ്പിയായി, നേരെ 2000 രൂപ അയച്ചു കൊടുത്തു. അതിനുശേഷം ആളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഏകദേശം 9:30 ടൈമായി, 9:30 ആയിട്ടും ആരും വന്നില്ല. 10:30 ആയി, 10:30 ആയിട്ടും ആരും വന്നില്ല. ഏകദേശം ഒരു 11:30 ടൈമൊക്കെ ആവുന്ന സമയത്താണ് ഡോറിലൊരു നോക്കിങ് കേൾക്കുന്നത്. നേരെ മണികണ്ഠൻ പോയി ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു ദീപ എന്ന് പറയുന്ന സ്ത്രീ അവിടെ നിൽക്കുന്നത് അയാൾ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വീടിൻ്റെ അകത്തോട്ട് കയറി. അതിനുശേഷം അവർ സംസാരിച്ചു. പിന്നീട് അവർ ലൈംഗിക ബന്ധത്തിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ ആ ഒരു ദിവസം നല്ല സ്മൂത്തായിട്ട് തന്നെ പോവുകയാണ്. ഈ ബ്രോക്കർ ഓൾറെഡി മണികണ്ഠൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അധികം നേരം ഒന്നും അവളവിടെ വെക്കണ്ട, ഒരു രാവിലെ 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേനും പറഞ്ഞു വിട്ടോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവർ ഉറങ്ങിയായിരുന്നു. മണികണ്ഠൻ നേരെ ആ ഒരു സ്ത്രീയെ വിളിച്ചുണർത്തിയിട്ട് പറയാണ്, പൊക്കോ, എൻ്റെ സിസ്റ്ററിൽ നിന്ന് വരും, അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, വേഗം ഇവിടുന്ന് പൊക്കോ, കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിടുകയാണ്. അപ്പോഴാണ് വേറെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദീപ തൻ്റെ പേയ്മെൻറ്റ് ചോദിക്കുകയാണ്.
അപ്പോൾ മണികണ്ഠൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. മണികണ്ഠൻ പറഞ്ഞു, ആ 2000 രൂപ ഞാൻ ഓൾറെഡി ബ്രോക്കറുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നിനക്കിനി എന്തിനാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോഴാണ് ദീപ വേറൊരു കാര്യം പറയുന്നത്. ആ ഒരു 2000 രൂപ എൻ്റെ പൈസ അല്ല, അത് ബ്രോക്കറുടെ കമ്മീഷനാണ്, എനിക്കുള്ള പൈസ നീ വേറെ തരണം എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ 1 മണിക്കൂറിന് 2 മണിക്കൂറിനൊക്കെയാണ് ആളുകൾ വിളിക്കാറുള്ളത്. എന്നാൽ നീ ഒരു ഫുൾ നൈറ്റ് എന്നെ വിളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എമൗണ്ട് പേയ്മെൻറ്റ് വേണമെന്നുള്ള കാര്യം അവർ പറയുകയാണ്. പിന്നീട് അവർക്കിടയിൽ വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. മണികണ്ഠൻ മോശമായ രീതിയിൽ ആ ഒരു സ്ത്രീയോട് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിലോട്ട് അവരുടെ ആർഗ്യുമെൻ്റ് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീയും തിരിച്ചും ചൂടായി, ഞാൻ നിൻ്റെ കൂടെ കിടന്നതിനുള്ള പൈസയാണ് ചോദിക്കുന്നത്, എൻ്റെ ഫാമിലിയുടെ ഒരു ഗതികേട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ജോലിക്ക് വരുന്നത്, നീ എന്നെ അത്ര മോശക്കാരിയായിട്ടൊന്നും കാണണ്ട, ഞാൻ എടുത്ത പണിക്കുള്ള പൈസ മാത്രമാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവർ തമ്മിൽ ആകെപ്പാടെ പ്രശ്നമായി. ലാസ്റ്റ് ഈ ഒരു സ്ത്രീ പറയാണ്, നീ പൈസ തരാണ്ട് ഞാനിവിടെ നിന്ന് പോകില്ല, ഞാൻ എന്തായാലും പുറത്തിറങ്ങി ആൾക്കാരോടൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും ഈ മണികണ്ഠന് ടെൻഷനായി തുടങ്ങുകയാണ്. കാരണം അന്നത്തെ ദിവസം രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചേച്ചി വരുമ്പോൾ ഈ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മാനം പോയി, പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ആളുടെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് ആളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ആളുടെ കയ്യിലൊരു ചുറ്റിക കിട്ടുന്നത്. ആ ഒരു ചുറ്റിക എടുത്ത് ഒരടി ആ ഒരു സ്ത്രീയുടെ തലയിൽ കൊടുക്കുകയായിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ ആ ഒരു സ്ത്രീ മയങ്ങി വീണു. പിന്നീട് ആൾ ചുറ്റിക വെച്ച് അടിച്ച് ആ ഒരു സ്ത്രീയെ എന്താ പറയുക കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു ടൈമിൽ ആ സ്ത്രീയുടെ മുഖം വരെ വികൃതമായി പോകുന്ന രീതിയിൽ അയാൾ അക്രമാസക്തനായി. അതിനുശേഷം ഈ ഒരു ബോഡി എന്താ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ കോൾ വരുന്നത്. ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്തായാലും ഞാൻ ഇന്ന് വരില്ല, നാളെ വരുള്ളൂ, ഇന്നും കൂടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പറയുകയാണ്. ഇതുകൂടെ കേട്ടപ്പോൾ ആൾക്ക് ചെറിയൊരു ആശ്വാസമായി. എന്തായാലും ഇന്ന് ചേച്ചി വരില്ല, നാളെ ചേച്ചി വരുന്നതിന് മുൻപ് ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഒഴിവാക്കണം, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടെ ഇരിക്കണം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും എന്നുള്ള കാര്യം ആൾക്ക് മനസ്സിലാവുകയാണ്. എങ്ങനെ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ആളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഒരു സ്യൂട്ട് കേസിലാക്കിയിട്ട് ഈ ബോഡി കൊണ്ട് കളയാമെന്നുള്ളൊരു ഐഡിയ അയാൾക്ക് വരുന്നത്. സെയിം ഡെലിവറി ഉള്ള ഒരു സ്യൂട്ട് കേസും കാര്യങ്ങളും ആൾ ഓർഡർ ചെയ്യാണ്. അങ്ങനെ ആ ഒരു സ്യൂട്ട് കേസ് അവിടോട്ട് എത്തി. അതിനുശേഷം ആ ഒരു ബോഡി എടുത്തിട്ട് ആൾ ഒടിച്ചു മടക്കി ആ ഒരു സ്യൂട്ട് കേസിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത ടൈമിൽ ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആളെത്തുകയാണ്. അങ്ങനെ നേരെ ഇരുട്ടി രാത്രിയായി, അർദ്ധരാത്രിയായി. അപ്പോഴൊക്കെ അയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി നോക്കുന്നുണ്ടായിരുന്നു, സ്ട്രീറ്റിൽ ആൾക്കാരുണ്ടോ, ആരുമില്ലേ, എന്താണ് അവസ്ഥ എന്നുള്ളത്. അങ്ങനെ 12 മണി തുടങ്ങിയിട്ട് ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 2 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും അവിടെ ആരെയും കാണുന്നില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള ടൈമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ആ ഒരു പെട്ടിയും എടുത്തിട്ട് നേരെ ആ ഒരു സ്ട്രീറ്റിലോട്ട് ഇറങ്ങാണ്. അങ്ങനെ ആ പെട്ടി എടുക്കുന്നതിൻ്റെ ഇടയിൽ 1-2 ഡ്രോപ്പ് ബ്ലഡും കാര്യങ്ങളൊക്കെ വീണതായിരുന്നു. പോലീസുകാർ ആദ്യം തന്നെ വന്നപ്പോൾ കണ്ട ആ ഒരു ബ്ലഡ് സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ആ ഒരു പെട്ടി എടുത്തിട്ട് ആൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. ആ ഒരു ടൈമിൽ തൻ്റെ മുഖം CCTV-യിൽ പതിയും. ഇതേപോലെ തന്നെ CCTV ഒക്കെ ഈ ഏരിയയിൽ ഉണ്ട്. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളെക്കുറിച്ചിട്ടും ആൾ ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു ബോഡി ഇവിടെ നിന്ന് ഒഴിവാക്കണം, തനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് മാത്രമായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ആളുടെ വീടിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടുള്ള അടുത്ത സ്ട്രീറ്റിൽ, അതായത് ഒരു 300-400 മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ, അവിടെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്ന ഒരു സൈറ്റിൽ കൊണ്ടുപോയിട്ട് ആ ഒരു പെട്ടി ഉപേക്ഷിച്ചിട്ട് ആളവിടെ നിന്ന് തിരിച്ചോടി ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ആ ഒരു ബോഡി ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പിടികൂടില്ല എന്നായിരുന്നു ആൾ ചിന്തിച്ചിട്ടുണ്ടായത്. അതിൽ നിന്ന് എസ്കേപ്പ് ആകാമെന്നായിരുന്നു ആൾ ചിന്തിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയാണ്. ഇപ്പോൾ പോലീസിനുണ്ടായിരുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കിട്ടി. ഈ ഒരു ദീപയും അതുപോലെ തന്നെ മണികണ്ഠനും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ ദീപയുടെ ബ്രദർ എന്തൊക്കെയാണ് മറക്കുന്നുണ്ടായത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസിന് മനസ്സിലാവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ജസ്റ്റ് ജോലി കിട്ടിയിട്ടുള്ളൂ ആൾക്ക്, 23 വയസ്സുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആളുടെ ജീവിതം നശിപ്പിച്ചു, അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു ടൈമിൽ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, എൻ്റെ കയ്യിലുള്ള പൈസ ഞാനിപ്പോൾ തരാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോടോ ആരെങ്കിലോടൊക്കെ വിളിച്ച് കയ്യും കാലം പിടിച്ചിട്ടെങ്കിലും ആ ഒരു ഫണ്ടും കാര്യങ്ങളും കൊടുത്ത് സെറ്റിലാക്കായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൻ്റെ സ്വന്തം ജീവിതവും അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ജീവിതവും അയാൾ ഇല്ലാതാക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആൾ ജയിലിലാണ്. ഇപ്പോൾ കേസിൻ്റെ അന്വേഷണവും കാര്യങ്ങളും ബാക്കി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ആൾക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ കരുതുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.